ചൈനയുടെ കടൽ കൊടുങ്കാറ്റുകളെ വിറപ്പിച്ച് ആഗോള സമുദ്രോപരിതലത്തിൽ ഇന്ത്യ എന്ന വൻകരയുടെ സുവർണകാലം പിറക്കുകയാണ്. ചിന്തിച്ചു നോക്കൂ, ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വരെ വിദേശ രാജ്യങ്ങളുടെ കപ്പൽശാലകളിൽ കയറി നാം നമ്മുടെ പ്രതിരോധത്തിന് കൈനീട്ടി നിന്നിടത്ത് നിന്ന് ഇന്ന് ലോകത്തിലെ വമ്പന്മാരായ അമേരിക്കയും ജപ്പാനും തങ്ങളുടെ കരുത്തുറ്റ യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കാൻ ഇന്ത്യയുടെ മണ്ണിലേക്ക് ക്യൂ നിൽക്കുന്ന ചരിത്രപരമായ മാറ്റത്തിനാണ് നാം സാക്ഷ്യം വഹിക്കുന്നത്. ചൈനയുടെ കൈപ്പിടിയിൽ ഒതുങ്ങിക്കിടന്ന ആഗോള കപ്പൽ നിർമ്മാണ ഭൂപടത്തെ മാറ്റിമറിച്ച് 7 കടലുകളും അടക്കി വാഴാൻ പോന്ന ഏറ്റവും ശക്തമായ ഒരു ആഗോള സമുദ്ര ശക്തിയായി ഇന്ത്യ അതിവേഗം വളരുകയാണ്. ഇതൊരു വെറും വാർത്തയല്ല, മറിച്ച് ലോകത്തിൻ്റെ സൈനിക ശക്തികളുടെ സമവാക്യങ്ങളെ പാടെ തിരുത്തിക്കുറിക്കുന്ന ഒരു പുതിയ യുഗത്തിൻ്റെ വിളംബരമാണ്. സമുദ്രങ്ങളിലെ ആധിപത്യം ലക്ഷ്യമിട്ട് ചൈന ലോകത്തിന്റെ നെഞ്ചുവിരിച്ചു നിൽക്കുമ്പോൾ ആ കുത്തകയെ തകർത്ത് തരിപ്പണമാക്കാനുള്ള അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും മാസ്റ്റർ പ്ലാനിലെ ഏറ്റവും നിർണായകമായ കേന്ദ്രമായി ഇന്ത്യ മാറിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ സത്യം. ഇതുവരെ വിദേശ രാജ്യങ്ങളിൽ മാത്രം കപ്പലുകൾ നിർമ്മിക്കാമെന്ന അമേരിക്കൻ നാവിക നയത്തെ അവരുടെ ഭരണാധികാരികൾ തിരുത്തി എഴുതിയിരിക്കുന്നു എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സുവർണാവസരങ്ങളുടെ ഒരു മഹാസമുദ്രമാണ് തുറന്നിട്ടിരിക്കുന്നത്. ഇനി അമേരിക്കയുടെ അത്യാധുനിക കപ്പലുകൾ നമ്മുടെ സ്വന്തം മണ്ണിൽ, നമ്മുടെ കപ്പൽശാലകളിൽ പിറവിയെടുക്കും. കൊച്ചിൻ ഷിപ്പ്യാർഡും മാസഗോൺ ഷിപ്പ് ബിൽഡേഴ്സും ഇതിനോടകം തന്നെ അമേരിക്കൻ കപ്പലുകളുടെ അറ്റകുറ്റപ്പണികൾ ഏറ്റെടുത്ത് തങ്ങളുടെ ലോകോത്തര നിലവാരം തെളിയിച്ചു കഴിഞ്ഞു. ഈ ആത്മവിശ്വാസമാണ് ഇപ്പോൾ അമേരിക്കയെയും ജപ്പാനെയും എല്ലാം ഇന്ത്യയുടെ പടിവാതിൽക്കൽ എത്തിച്ചിരിക്കുന്നത്. ജപ്പാൻ പ്രതിരോധ മന്ത്രി ഇന്ത്യയിലെത്തി നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി നടത്തിയ നിർണായക ചർച്ചകൾ ഇതിൻ്റെ അന്തിമഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. ഇരു രാജ്യങ്ങളും കൈകോർത്ത് 10,000-കണക്കിന് ടൺ ഭാരമുള്ള അതിഭീകരമായ ഡിസ്ട്രോയർ യുദ്ധക്കപ്പലുകൾ ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള പദ്ധതികളിലാണിപ്പോൾ. നമ്മുടെ കൈവശമുള്ള വിശാഖപട്ടണം ക്ലാസ് ഡിസ്ട്രോയറുകളേക്കാൾ എത്രയോ ഇരട്ടി വലുപ്പവും പ്രഹരശേഷിയുമുള്ള ജപ്പാന്റെ ലോക പ്രശസ്തമായ മായ ക്ലാസ് സാങ്കേതിക വിദ്യയിൽ തീർക്കുന്ന ഈ വമ്പൻ യുദ്ധക്കപ്പലുകൾ നമ്മുടെ നാവികസേനയ്ക്ക് നൽകുന്ന കരുത്ത് ഊഹിക്കാവുന്നതേയുള്ളൂ. കപ്പൽ നിർമ്മാണ മേഖലയിൽ ഒരു വലിയ വിപ്ലവത്തിന് തന്നെ തിരിതെളിയിച്ചുകൊണ്ട് കൊൽക്കത്തയിലെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സിനായി കേന്ദ്ര സർക്കാർ ഒറ്റയടിക്ക് കോടിക്കണക്കിന് രൂപയാണ് പ്രതിരോധ വകുപ്പ് വഴി നീക്കിവെച്ചിരിക്കുന്നത്. ഇത് വെറുമൊരു തുകയല്ല, മറിച്ച് ഇന്ത്യയെ ലോകത്തിന്റെ 1-ാം നമ്പർ കപ്പൽ നിർമ്മാണശാലയാക്കി മാറ്റുന്നതിനുള്ള ശക്തമായ അടിത്തറയാണ്. ലോകത്തിലെ മൊത്തം കപ്പൽ നിർമ്മാണത്തിന്റെ ഭൂരിഭാഗവും കൈയടക്കി വെച്ചിരിക്കുന്ന ചൈനയുടെ ഏകാധിപത്യത്തിന് അന്ത്യം കുറിക്കാൻ പോന്ന വൻ ചുവടുവയ്പ്പാണിത്. നിലവിൽ ആഗോള കപ്പൽ നിർമ്മാണ പട്ടികയിൽ പിന്നിൽ നിൽക്കുന്ന ഇന്ത്യ വൈകാതെ ലോകത്തെ പ്രമുഖ കപ്പൽ നിർമ്മാണ ശക്തിയായി മാറാനും വരും ദശകങ്ങളിൽ ലോകത്തിലെ ആദ്യത്തെ മുൻനിര സ്ഥാനങ്ങളിൽ ഇടം പിടിക്കാനുമാണ് ലക്ഷ്യമിടുന്നത്. ഈ വലിയ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്കുള്ള കുതിപ്പിലാണ് നമ്മളിപ്പോൾ. വർഷങ്ങളായി വിദേശ നിർമ്മിത കപ്പലുകളെ മാത്രം ആശ്രയിച്ച് കാലാഹരണപ്പെട്ടു തുടങ്ങിയ നമ്മുടെ നാവിക നിരയെ പാടെ ഉടച്ചു വീശിക്കൊണ്ട് 100 കണക്കിന് പുതിയ അത്യാധുനിക കപ്പലുകളാണ് ഇന്ത്യ ഇനി സ്വന്തമായി നിർമ്മിച്ചെടുക്കാൻ പോകുന്നത്. മികച്ച വിദേശ സാങ്കേതിക വിദ്യ സ്വന്തമാക്കി സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു വൻ നാവിക ശക്തിയായി ഇന്ത്യ മാറിക്കഴിഞ്ഞു. ഈ സുവർണ മുന്നേറ്റത്തിന്റെ ആക്കം കൂട്ടിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ പ്രതിരോധ നയങ്ങളിൽ വന്നിട്ടുള്ള ദൂരവ്യാപകമായ മാറ്റങ്ങൾ വരും തലമുറകൾക്ക് പുതിയ ദിശാബോധം നൽകുന്നതാണ്. പതിറ്റാണ്ടുകളായി ഇറക്കുമതിയെ മാത്രം ആശ്രയിച്ചു പോന്ന ഇന്ത്യൻ പ്രതിരോധ മേഖല ഇന്ന് തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ആത്മനിർഭർ ഭാരത് എന്ന സ്വപ്നത്തിലേക്ക് അതിവേഗം ചുവടുവയ്ക്കുന്നു. ഇന്ത്യയുടെ വിശാലമായ തീരദേശങ്ങളും സമുദ്ര വ്യാപാര പാതകളും സുരക്ഷിതമാക്കേണ്ടത് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. ഇന്തോ പസഫിക് മേഖലയിലെ സമാധാനവും സ്ഥിരതയും നിലനിർത്തുന്നതിൽ ഇന്ത്യൻ നാവികസേന വഹിക്കുന്ന പങ്ക് ഇന്ന് ലോകരാജ്യങ്ങളെല്ലാം അംഗീകരിച്ചു കഴിഞ്ഞു. ചൈനീസ് പടക്കപ്പലുകളുടെ കടന്നുകയറ്റങ്ങളെയും നിഗൂഢമായ നീക്കങ്ങളെയും കൃത്യമായി പ്രതിരോധിക്കാൻ തക്കവണ്ണം നമ്മുടെ നാവിക വ്യൂഹം ഇപ്പോൾ തന്നെ സജ്ജമായി കഴിഞ്ഞു. ജപ്പാനുമായുള്ള ഈ ചരിത്രപരമായ കൂട്ടായ്മ വെറുമൊരു കപ്പൽ നിർമ്മാണത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല, മറിച്ച് ഏഷ്യൻ മേഖലയിലെ സ്ട്രാറ്റജിക്കായ ശക്തി സന്തുലിതാവസ്ഥയെ പൂർണ്ണമായി മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണ്. മായ ക്ലാസ് ഡിസ്ട്രോയറുകളുടെ അഡ്വാൻസ്ഡ് റഡാർ സംവിധാനങ്ങളും മിസൈൽ വിന്യാസ സാങ്കേതിക വിദ്യകളും
നമ്മുടെ സ്വന്തം എഞ്ചിനീയർമാർക്ക് പുതിയ അറിവുകളും വലിയ തോതിലുള്ള പ്രായോഗിക പരിചയവും സമ്മാനിക്കും. ഇതിലൂടെ ഭാവിയിൽ ലോകത്തിലെ ഏത് അത്യാധുനിക യുദ്ധക്കപ്പലുകളും തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിക്കാനുള്ള പരിപൂർണമായ ആത്മവിശ്വാസമാണ് ഇന്ത്യ ആർജിച്ചെടുക്കുന്നത്. മാത്രമല്ല, അമേരിക്കൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകൾ നമ്മുടെ കപ്പൽശാലകളിൽ നിർമ്മിക്കാൻ തുടങ്ങുമ്പോൾ ആഗോളതലത്തിലുള്ള വലിയ നിക്ഷേപങ്ങളും അത്യാധുനിക സാങ്കേതിക വിദ്യകളും ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തും. ഇത് നമ്മുടെ ചെറുപ്പക്കാരായ എഞ്ചിനീയർമാർക്കും സാങ്കേതിക വിദഗ്ധർക്കും ലക്ഷക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കുക. മസഗോൺ ഡോക്കും കൊച്ചിൻ ഷിപ്പ്യാർഡും പോലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഷിപ്പ്യാർഡുകൾ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തപ്പെട്ടു കഴിഞ്ഞു. ഈ സ്ഥാപനങ്ങളിലെ തൊഴിലാളികളുടെയും സാങ്കേതിക വിദഗ്ധരുടെയും കഠിനാധ്വാനവും പ്രതിബദ്ധതയുമാണ് ഇന്ന് ഇന്ത്യയെ ഇത്രയധികം ഉയരങ്ങളിൽ എത്തിച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ പരമാധികാരവും സമുദ്ര സുരക്ഷയും കാത്തുസൂക്ഷിക്കുന്നതിൽ നാവികസേനയും കപ്പൽ നിർമ്മാണശാലകളും ഒരേ മനസ്സോടെ ഒപ്പത്തിനൊപ്പം പൊരുതുകയാണ്. തീർച്ചയായും വരും നാളുകളിൽ ഇന്ത്യയുടെ തുറമുഖങ്ങളും കപ്പൽശാലകളും ആഗോള മാരിടൈം ഭൂപടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹബ്ബുകളായി മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല. പതിറ്റാണ്ടുകളായി മറ്റ് രാജ്യങ്ങളുടെ സാങ്കേതിക വിദ്യയെയും സഹായത്തെയും മാത്രം ആശ്രയിച്ചിരുന്ന ഇന്ത്യ ഇന്ന് സ്വന്തം കാലിൽ ഉറച്ചുനിന്ന് സ്വന്തമായി കരുത്തു തെളിയിക്കുന്ന സുവർണ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ആഗോളതലത്തിൽ ഉയർന്നുവരുന്ന പുതിയ മാരിടൈം വെല്ലുവിളികളെ നേരിടാൻ നമ്മുടെ നാവികസേനയെ സജ്ജമാക്കുന്നതിനോടൊപ്പം തന്നെ രാജ്യത്തിന്റെ വ്യാവസായിക വളർച്ചയ്ക്കും ഇത് വൻ കുതിച്ചുചാട്ടം നൽകും. കപ്പൽ നിർമ്മാണ രംഗത്തെ ഈ കുതിച്ചുചാട്ടം നമ്മുടെ സ്റ്റീൽ വ്യവസായം, ഇലക്ട്രോണിക്സ്, ഹെവി എഞ്ചിനീയറിംഗ് തുടങ്ങിയ വിവിധ അനുബന്ധ മേഖലകൾക്കും പുതിയ ജീവനും ഉണർവും പകരും. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന കപ്പലുകൾ ലോകത്തിലെ ഏറ്റവും മികച്ച നിലവാരമുള്ളവയായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഭാവിയിൽ ലോകത്തിലെ വൻകിട രാജ്യങ്ങളെല്ലാം തങ്ങളുടെ കപ്പൽ നിർമ്മാണ ആവശ്യങ്ങൾക്കായി ഇന്ത്യയെ തേടിയെത്തുന്ന ഒരു കാലം അതിവേഗം അടുത്തു വരികയാണ്. ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൻ്റെ ഭാഗമായി സർക്കാർ തലത്തിലും പ്രതിരോധ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലും വിപുലമായ പദ്ധതികളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അത്യാധുനിക ഡോക്യാർഡുകളുടെ നിർമ്മാണവും കപ്പൽ നിർമ്മാണശാലകളുടെ നവീകരണവും ദ്രുതഗതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. വിദേശ പങ്കാളിത്തത്തോടെയുള്ള സംയുക്ത സംരംഭങ്ങളും സാങ്കേതിക കൈമാറ്റ കരാറുകളും നമ്മുടെ തദ്ദേശീയമായ ഉൽപാദന ശേഷിയെ ഇരട്ടിയാക്കും. അമേരിക്കയും ജപ്പാനും അടക്കമുള്ള രാജ്യങ്ങളുമായുള്ള ഈ സൗഹൃദവും പ്രതിരോധ സഹകരണവും ഇന്ത്യയുടെ ആഗോള സ്വാധീനം കൂടുതൽ ശക്തമാക്കും. സമുദ്രോപരിതലത്തിൽ ഇന്ത്യയുടെ ആധിപത്യം ഊട്ടിയുറപ്പിക്കുന്ന ഈ ചരിത്രപരമായ മുന്നേറ്റം നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയെയും സൈനിക സുരക്ഷയെയും ഒരുപോലെ ഉന്നതങ്ങളിലേക്ക് എത്തിക്കും. പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിനൊടുവിൽ സ്വന്തം ശക്തി തിരിച്ചറിഞ്ഞ ഒരു രാജ്യത്തിന്റെ അപരാജിതമായ കുതിപ്പാണ് നമ്മളിവിടെ കാണുന്നത്. ഇത്തരത്തിൽ അതിബൃഹത്തായ പദ്ധതികളിലൂടെ ഇന്ത്യ മുന്നേറുമ്പോൾ ആഗോള സാമ്പത്തിക ഭൂപടത്തിലും പ്രതിരോധ രംഗത്തും നമ്മുടെ സ്ഥാനം തികച്ചും അസുലഭമായ ഉയരങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. വരും തലമുറകൾ അഭിമാനത്തോടെ നോക്കിക്കാണുന്ന ഒരു ശക്തമായ സമുദ്ര സാമ്രാജ്യമായി ഇന്ത്യ മാറിക്കഴിഞ്ഞു. ഈ മഹാസംരംഭം യാഥാർത്ഥ്യമാകുന്നതോടെ ഇന്ത്യൻ നാവികസേന ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റതും ഭയപ്പെടുത്തുന്നതുമായ ഒരു സേനാ വിഭാഗമായി മാറുമെന്നതിൽ ഒരിഞ്ച് പോലും സംശയമില്ല. ഏഷ്യൻ സമുദ്രങ്ങളിൽ മാത്രമല്ല, ലോകത്തിന്റെ ഏത് കോണിലും ഇന്ത്യയുടെ സാന്നിധ്യം ഭയത്തോടെ മാത്രം നോക്കിക്കാണുന്ന ആ കാലം വിദൂരമല്ല. ആഗോള ശക്തികളുടെ കളിത്തോഴനായിരുന്ന ഇന്ത്യ ഇന്ന് ലോകത്തെ നിയന്ത്രിക്കുന്ന സ്വന്തം കപ്പൽ പടയുടെ കരുത്തിൽ അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കുന്ന സമുദ്ര സാമ്രാജ്യമായി മാറുമ്പോൾ വരും കാല ചരിത്രം ഇന്ത്യയുടെ പേരിനൊപ്പം അഭിമാനത്തോടെ എഴുതി ചേർക്കപ്പെടുമെന്നത് തീർച്ചയാണ്. ഈ ആഗോള കുതിപ്പിൽ നമ്മുടെ നാവികസേനയുടെ വരുംകാല കരുത്തിനെക്കുറിച്ചും ഇന്ത്യയുടെ സമുദ്ര സുരക്ഷയെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു സുപ്രധാന ചർച്ചാ വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.